നമസ്കാരം. സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്ന ചാപ്റ്റർ അതിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മൾ സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, മാനങ്ങളായിരുന്നു അവസാന ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാംസ്കാരിക മാറ്റം എന്നുള്ളതാണ്. അതായത് ഒരു ജനതയ്ക്ക് ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടായിരിക്കും. ആ സംസ്കാരത്തിനകത്ത് എന്തെങ്കിലും ചില കാരണങ്ങൾ മൂലം വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. സമൂഹത്തിലെ സംസ്കാരത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ആ മാറ്റം ഉണ്ടാകുന്നതിന് നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് മറ്റ് സംസ്കാരങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ആണ് മിക്കവാറും സാംസ്കാരിക മാറ്റം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭവങ്ങൾ എന്ത് എന്നൊക്കെ ഉള്ളത് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു സമൂഹം മറ്റൊരു സമൂഹവുമായി, അല്ലെങ്കിൽ ഒരു സംസ്കാരം മറ്റൊരു സമൂഹവുമായി ഇടപഴകുമ്പോൾ സാംസ്കാരിക കൈമാറ്റം ഉണ്ടാകാം. അതുപോലെ മറ്റെന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ മൂലവും സംസ്കാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പേജ് എന്ന് പറയുന്നത് സാംസ്കാരിക മാറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളതിനെ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയും. കൾച്ചറൽ ചേഞ്ച് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. ഓക്കെ, കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? കൾച്ചറൽ ചേഞ്ച് ഈസ് ദ വേ ഇൻ വിച്ച് സൊസൈറ്റീസ് ചേഞ്ച് ദെയർ പാറ്റേൺസ് ഓഫ് കൾച്ചർ. നേരത്തെ ഉണ്ടായിരുന്ന സംസ്കാരത്തിൻ്റെ രീതിക്ക് മാറ്റം ഉണ്ടാകുന്നു. അതാണ് കൾച്ചറൽ ചേഞ്ച് ഈസ് ദ വേ ഇൻ വിച്ച് സൊസൈറ്റീസ് ചേഞ്ച് ദെയർ പാറ്റേൺസ് ഓഫ് കൾച്ചർ എന്നുള്ളതാണ്. സമൂഹങ്ങൾ അവരുടെ സംസ്കാരത്തെ മാറ്റുന്ന രീതിയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. ഇത് ചെറിയ മാർക്കുകൾക്കൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. നമ്മൾ ഒരു പേജിലുണ്ടെങ്കിലും ചിലപ്പോൾ എന്താണ് സാംസ്കാരിക മാറ്റം എന്ന് മാത്രമൊക്കെ ചോദിക്കാം. അപ്പോൾ സമൂഹങ്ങൾ അവരുടെ സംസ്കാരത്തെ മാറ്റുന്ന രീതിയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. ഇനി സാംസ്കാരിക മാറ്റത്തിന് പല കാരണങ്ങളൊക്കെ ഉണ്ട്. മാറ്റം ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്തു നിന്നുള്ള കാരണങ്ങൾ മൂലം, എന്താ പറയുക, അകത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ മൂലം സംസ്കാരത്തിന് മാറ്റമുണ്ടാകാം. അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഏതെങ്കിലും കാരണം മൂലവും സാംസ്കാരിക മാറ്റം ഉണ്ടാകാം. സാംസ്കാരിക മാറ്റത്തിന് പ്രചോദനം നൽകുന്നത് ആന്തരികമോ ബാഹ്യമോ ആയ കാരണങ്ങളാണ്. ഇനി ആന്തരിക കാരണങ്ങൾ എന്ത്, ബാഹ്യ കാരണം എന്ത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ the changes in the culture can be internal or external. Changes in the culture can be internal or external. But the reasons behind the change in the culture, or the reasons behind cultural change are of two. എന്താണ്? internal reasons and external reasons എന്ന് പറയാം. ഇനി ഇന്റേണൽ റീസൺസ്, എക്സ്റ്റേണൽ റീസൺസ് എന്തെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആന്തരികം എന്തെന്ന് നോക്കാം. അതായത് നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഏതെങ്കിലും മാറ്റം മൂലം സംസ്കാരത്തിൽ മാറ്റമുണ്ടാകും. ഒരു ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സ്ഥലത്ത് പുതിയ കൃഷിരീതികളൊക്കെ വരുന്നു. ഏതെങ്കിലും കുറേ മെഷീൻസ് വരുന്നു, വ്യവസായവൽക്കരണം വരുന്നു. അതിൻ്റെ ഫലമായി ഒരുപാട് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കൃഷി ഉപകരണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃഷിയുടെ രീതി നമ്മൾ മാറ്റുന്നു. അതൊക്കെ സമൂഹത്തിനകത്തുള്ള ആന്തരികമായിട്ടുള്ള കാരണങ്ങളാണ്. അങ്ങനെ കൃഷി രീതി നമ്മൾ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ഉൽപ്പാദനം കൂടാം. അങ്ങനെ കർഷക സമൂഹത്തിന് എന്തുണ്ടാകും? ഒരുപാട് ഉൽപ്പാദനം കൂടുമ്പോൾ ഒരുപാട് പൈസ കിട്ടും. അങ്ങനെ അവർ സമ്പന്നരായിട്ട് മാറുവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇന്റേണൽ റീസൺ ഫോർ കൾച്ചറൽ ചേഞ്ച്. ന്യൂ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് because of machinery, because of industrialization. New methods of farming can result in increased agriculture production, and that may lead to change, the change in entire agricultural society. The entire agricultural society may become very rich. Okay, so that is internal aspect of internal reason for cultural change എന്ന് പറയാം. രണ്ടാമത്തെ എന്താണ്? ബാഹ്യമായ കാരണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റീസൺസ്. വാട്ട് ആർ ദ എക്സ്റ്റേണൽ റീസൺസ് ഫോർ കൾച്ചറൽ ചേഞ്ച്? എക്സ്റ്റേണൽ റീസൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും പുറത്തു നിന്നുള്ള ഏതെങ്കിലും കാരണങ്ങൾ മൂലം. ഒന്നെന്ന് പറയുന്നത് ആക്രമണം, ആരെങ്കിലും നമ്മളെ ആക്രമിക്കുന്നു. കോളനിവൽക്കരണം, ആരെങ്കിലും നമ്മുടെ ഇവിടേക്ക് വന്ന് കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തു. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരുപാട് സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ള ബാഹ്യ ഇടപെടലുകൾ സാംസ്കാരിക മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ആന്തരികത്തിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറയാം. അകത്ത് തന്നെ എന്തെങ്കിലും ഒരു വലിയ ലഹള പൊട്ടി പുറപ്പെടുന്നു.
ഏതെങ്കിലും റൈറ്റ്സ് വരുന്നു, മുസ്ലിം ഹിന്ദു ലഹള ഒക്കെ ചിലപ്പം സംസ്കാരത്തിൽ മാറ്റമുണ്ടാക്കുവാൻ കാരണമാകുന്നു. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആക്രമണം, അതുപോലെ തന്നെ കോളനിവൽക്കരണം തുടങ്ങിയ ബാഹ്യ ഇടപെടലുകൾ സാംസ്കാരിക മാറ്റം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഇൻ്റർവെൻഷൻ ഇൻ ദ ഫോം ഓഫ് കോൺക്വസ്റ്റ്, ഫോർ എക്സാമ്പിൾ കോളനൈസേഷൻ, ദാറ്റ് മേ change the cultural practices or the cultural behavior of that entire society. പിന്നെ വേറെ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം. സാംസ്കാരിക മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പാരിസ്ഥിതികമായ കാരണങ്ങൾ മൂലവും ഒരു ജനതയുടെ ജീവിത രീതി തന്നെ മാറുവാനായിട്ട് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലഡ് വരുന്നു, അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് വരുന്നു, മണ്ണിടിച്ചിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. ഒരു സംസ്കാരത്തിൻ്റെ ഒരു ജനതയുടെ തന്നെ സംസ്കാരത്തിനെ തുടച്ചു നീക്കുവാൻ ഈ പറയുന്ന ഫ്ലഡിനും അതുപോലെ ലാൻഡ് സ്ലൈഡിന് മണ്ണിടിച്ചിലിനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അങ്ങനെ മണ്ണിടിച്ചിൽ മൂലം വീടുകൾ നഷ്ടപ്പെടുന്നു, പുതിയ വീടുകളാകുന്നു, ജീവിത രീതികൾ മാറുന്നു. അവർ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാറി അവർ മറ്റൊരു എൻവയോൺമെൻറ്റിലേക്ക് അവരുടെ താമസം പോകുവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സാംസ്കാരിക മാറ്റങ്ങൾ പാരിസ്ഥിതിക കാരണങ്ങൾ മൂലവും ഉണ്ടാകാം. പരിസ്ഥിതിയിലുള്ള മാറ്റം ഒരു ജനതയുടെ ജീവിത രീതി തന്നെ മാറ്റാം. പിന്നെ വനവാസികളെ നിയമം മൂലം വനത്തിൽ പ്രവേശിപ്പിക്കുന്നത് നിരോധിക്കുമ്പോൾ അത് അവരുടെ സംസ്കാരത്തെ മാറ്റുന്നു. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ ട്രൈബൽ മേഖലകളിൽ താമസിക്കുന്ന ഗോത്ര മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാരെ വനങ്ങളിലേക്കുള്ള അവരുടെ പ്രവേശനം ഗവൺമെൻറ് നിരോധിക്കുന്നു. കാരണം ഗവൺമെൻറ്റിന് അവിടെ ഫാക്ടറീസ് ഒക്കെ തുടങ്ങുവാനും അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവരുടെ പ്രവേശനം വനത്തിൽ നിഷേധിക്കുമ്പോൾ അവരുടെ ജീവിതമാർഗം പോകുന്നു, അവരുടെ തനതായ സംസ്കാരമൊക്കെ ഇല്ലാതായി മാറുന്നു. അപ്പോൾ പരിസ്ഥിതിയിലുള്ള മാറ്റം ഒരു ജനതയുടെ ജീവിത രീതിയെ തന്നെ മാറ്റാം. ഉദാഹരണം ഞാൻ പറഞ്ഞു, എന്താണ് ഫ്ലഡിൻ്റെ കാര്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കൊടുങ്കാറ്റ് വന്നു, ചിലപ്പം ജീവിത രീതി മാറാം അല്ലേ. വനവാസികളെ നിയമം മൂലം വനത്തിൽ പ്രവേശിപ്പിക്കുന്നത് നിരോധിക്കുമ്പോൾ അത് അവരുടെ സംസ്കാരത്തെയും മാറ്റാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ വടക്ക് കിഴക്കേ ഇന്ത്യയിലും മധ്യ ഏഷ്യയിലെയും ഗോത്ര സമൂഹങ്ങൾക്ക് ഇത്തരത്തിൽ വനങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചപ്പോൾ അവരുടെ സംസ്കാരത്തിന് അപ്പാടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, cultural change may occur due to environmental problems, for example flood and earthquake, or contact with other cultures, migration, immigration. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുകയും വരികയൊക്കെ ചെയ്യുമ്പോഴും എന്തുണ്ടാകാം? കൾച്ചറൽ ചേഞ്ച് ഉണ്ടാകാം. പിന്നെ പറയുന്നത് കൾച്ചറൽ ചേഞ്ച് മേ ബി ഡ്യൂ ടു റെവല്യൂഷൻ ഇൻ ദ സൊസൈറ്റി. ഏതെങ്കിലും വിപ്ലവകരമായ മാറ്റങ്ങൾ മൂലവും സമൂഹത്തിൽ സാംസ്കാരിക മാറ്റം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, വിപ്ലവകരമായ മാറ്റം എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ വളരെ വേഗത്തിലാണ് മാറ്റം ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു വിപ്ലവം, ആ സ്വാതന്ത്ര്യ സമരം എന്ന വിപ്ലവം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിപ്ലവകരമായ മാറ്റം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ റെവല്യൂഷണറി ചേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിപ്ലവകരമായ മാറ്റം സമൂഹത്തിലും സംസ്കാരത്തിലും വേഗം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. രാഷ്ട്രീയ ഇടപെടൽ, സാങ്കേതിക മാറ്റങ്ങൾ, പാരിസ്ഥിതിക മാറ്റം എല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു. വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റമാവാം, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പരിസ്ഥിതിയിലുള്ള മാറ്റങ്ങളും വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിക്കുവാൻ കാരണങ്ങളാണ്, അല്ലെങ്കിൽ നയിക്കാറും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും അപ്പുറത്ത് ബാക്ക് പേജിലേക്ക് തന്നെ പോവാം. ഉദാഹരണം പറയുന്ന 1789 ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിലെ എസ്റ്റേറ്റ് വ്യവസ്ഥയെ തകർത്തു. ഡ്യൂറിങ് ദാറ്റ് ടൈം ഇൻ ഫ്രാൻസ്, ഇവിടെ ഒരു ഫ്രാ എന്നുണ്ട്, ഫ്രാൻസിലെ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ് എസ്റ്റേറ്റ് സിസ്റ്റം. ജസ്റ്റ് ലൈക്ക് അവർ കാസ്റ്റ് സിസ്റ്റം, എസ്റ്റേറ്റ് സിസ്റ്റം വാസ് ആൻ എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റം. There was different types of people were classified on the basis of what do you call എന്താ പറയുക, സാധാരണക്കാരനെന്നും പുരോഹിതനെന്നും നമ്മൾ കഴിഞ്ഞ ഒരു 3rd ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. അങ്ങനെ നോബിൾ മാൻ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുകയും വലിയൊരു വിപ്ലവകരമായ മാറ്റം ഫ്രാൻസിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് എന്താ പറയുക
ബ്രദർഹുഡ് എന്നൊക്കെ പറഞ്ഞുള്ള മൂല്യങ്ങളാണ് അവിടെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഈ ഫ്രഞ്ച് വിപ്ലവം കാരണമായത്. ഈ മൂല്യങ്ങൾ മനുഷ്യരുടെ മനസ്സിലേക്ക് കയറ്റുവാനായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊരു വിപ്ലവകരമായ മാറ്റമാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് എത്തുന്നതിന് പിന്നിൽ വ്യവസായവൽക്കരണമുണ്ട്, സാങ്കേതിക വിദ്യയുടെ ഉയർച്ചയും കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് മേഖലയിലെ മാറ്റങ്ങളും സാംസ്കാരിക മേഖലയിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ, നമ്മളിപ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് സാംസ്കാരിക മാറ്റത്തിന് പ്രചോദനം നൽകുന്നത് ആന്തരികമോ ബാഹ്യമോ ആയ കാരണങ്ങളാകാം. അതുപോലെ സാംസ്കാരിക മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് 1, 2 എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സാംസ്കാരിക മാറ്റത്തെക്കുറിച്ച് വലിയ ഒരു എസ്സേ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് മുഴുവൻ എഴുതേണ്ടതുണ്ട്. എല്ലാം അപ്പുറത്തെ പേജ് കിടക്കുന്ന വിത്ത് എക്സാമ്പിൾ. ഓക്കെ, എല്ലാം ഒന്നും കൂടെ പറയാം. എന്താണ് സാംസ്കാരിക മാറ്റം? വാട്ട് ഈസ് കൾച്ചറൽ ചേഞ്ച്? സമൂഹങ്ങൾ അവരുടെ സംസ്കാരത്തെ മാറ്റുന്ന രീതിയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. ഇതെല്ലാവരും കാണാതെ പഠിച്ചു വയ്ക്കുക കേട്ടോ. കൾച്ചറൽ ചേഞ്ച് ഇസ് ദ വേ ഇൻ വിച്ച് സൊസൈറ്റീസ് ചേഞ്ച് ദ പാറ്റേൺസ് ഓഫ് culture. Cultural change is the way in which societies change their patterns of culture എന്ന് പറയുന്നു. സാംസ്കാരിക മാറ്റത്തിന് പ്രചോദനം നൽകുന്നത് ആന്തരികമായ കാരണവും ബാഹ്യമായ കാരണങ്ങളുമാണ്. റീസൺസ് ഓർ സോഴ്സസ് ഓഫ് ചേഞ്ച് ക്യാൻ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. What are the internal factors? New methods of farming due to the implementation of machineries boost agricultural production, and that may change the entire village into a different society. Okay, people who were very poor become very rich. ഇപ്പോൾ ഇന്റേണൽ പുതിയ കൃഷി രീതികൾ ഉപയോഗിക്കുമ്പോൾ ഉൽപാദനം കൂടുന്നു. അങ്ങനെ കാർഷിക സമൂഹം സമ്പന്നതയിലേക്ക് എത്തുവാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇനി ബാഹ്യമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആക്രമണം, കോളനിവൽക്കരണം തുടങ്ങിയ ബാഹ്യ ഇടപെടലുകൾ സാംസ്കാരിക മാറ്റം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഇന്റർവെൻഷൻ ഇൻ ദ ഫോം ഓഫ് കോൺക്വസ്റ്റ്, colonization may change cultural practices or behavior of a society. സാംസ്കാരിക മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? നിരവധി കാരണങ്ങൾ, പാരിസ്ഥിതിക കാരണങ്ങളും വിപ്ലവകരമായ കാരണങ്ങളുമാണ്. ഇത് 2 ആൾക്കാരുടെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്ന ആന്തരിക കാരണം, ബാഹ്യ കാരണം. രണ്ടാമത്തത് എന്താണ്? പാരിസ്ഥിതിക കാരണവും വിപ്ലവകരമായ മാറ്റങ്ങൾ മൂലമുള്ള മാറ്റങ്ങളും. പാരിസ്ഥിതിക കാരണങ്ങൾ അഥവാ എൻവയോൺമെന്റൽ ചേഞ്ചസ് മൂലം എന്തുണ്ടാകാം? പരിസ്ഥിതിയിലുള്ള മാറ്റം ഒരു ജനതയുടെ ജീവിത രീതി തന്നെ മാറ്റാം. ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് may change the entire culture. Cultural change may occur due to environmental problems such as flood, earthquake, or contact with other cultures such as migration and immigration. അതും എന്താണ്? കുടിയേറ്റവും കുടിയിറക്കവും ഒക്കെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വനവാസികളെ നിയമം മൂലം വനത്തിലേക്ക് ഉള്ള പ്രവേശനം നിഷേധിച്ചപ്പോൾ അവരുടെ സംസ്കാരം തന്നെ മാറുന്നു. വടക്കേ ഇന്ത്യയിലെയും മധ്യ ഇന്ത്യയിലെയും ഗോത്ര സമുദായങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് സാംസ്കാരിക മാറ്റം അനുഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് വിപ്ലവകരമായ മാറ്റങ്ങളാണ്. ഇത് സമൂഹത്തിലും സംസ്കാരത്തിലും വളരെ വേഗം മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കാരണമാകുന്നു. രാഷ്ട്രീയ ഇടപെടലുകൾ, സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങൾ, പാരിസ്ഥിതിക മാറ്റം എല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. വിപ്ലവകരമായ മാറ്റം എന്ന് പറയുമ്പം റെവല്യൂഷണറി ചേഞ്ച് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, കൾച്ചറൽ ചേഞ്ച് മേ ബി റെവല്യൂഷണറി. For example, French Revolution, which brought radical changes in France. In France, that time there was a system known as estate system, and this estate system was destroyed. And the common man, clergy and noble was the social stratification of this estate system, and this was changed due to this revolution. And in people's mind, liberty, equality, and fraternity became major social values. നേരത്തെ വാല്യൂസ് എസ്റ്റേറ്റ് സിസ്റ്റം എന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. സോ ദാറ്റ് became what you call eliminated from the society, and new values like equality, then liberty and fraternity became major social values of that society. സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം എന്നീ മൂല്യങ്ങൾ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചു. And along with this, electronic media are facing tremendous changes, and these changes are also inculcating changes in the cultural area. ഇലക്ട്രോണിക് മേഖലയിലെ മാറ്റങ്ങൾ സാംസ്കാരിക മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കൾച്ചറൽ ചേഞ്ച്. അതത്ര ഒരു പ്രധാനം അല്ല.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇതിൽ രണ്ടാമത്തെ സെറ്റ്. നമ്മൾ സംസ്കാരം, വി ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് കൾച്ചർ. സംസ്കാരത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന ഭാഗമാണ്. ഇംഗ്ലീഷിൽ അതിന് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നു. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ഓക്കെ, എന്താണ് സാമൂഹ്യവൽക്കരണം എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യവൽക്കരണം എന്താണെന്നറിയോ? നമ്മൾ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണമെന്ന് പഠിക്കുന്നതാണ് എന്ത് സാമൂഹ്യവൽക്കരണം. ഓക്കെ, സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ഹൗ ടു ബിഹേവ് ഇൻ സൊസൈറ്റി എന്നുള്ളതാണ്. സോഷ്യലൈസേഷൻ ഈസ് എ ലേണിംഗ് പ്രോസസ് വിച്ച് ടീച്ചസ് അസ് ഹൗ ടു ബിഹേവ് ഇൻ സൊസൈറ്റി. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒന്ന് നിർവചനം നോക്കാം. നിസ്സഹായനായ ഒരു ശിശു ക്രമേണ സ്വയം ബോധവാനായി തീരുകയും അറിവുള്ള വ്യക്തിയായി തീരുകയും സംസ്കാരത്തിൻ്റെ രീതികളിൽ നിപുണനായി തീരുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് വെയർബൈ ഹെൽപ്ലെസ് infant gradually becomes a self-aware, knowledgeable person skilled in the ways of culture into which he is born. അവൻ ജനിച്ചു വീഴുന്ന സംസ്കാരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്വയം ബോധവാനായി അറിവുള്ളൊരു വ്യക്തിയായി മാറുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. മനസ്സിലായി? അതാണ് ടീച്ചർ ഒറ്റ വേർഡിൽ എന്ത് പറഞ്ഞത്? എങ്ങനെ സമൂഹത്തിൽ പെരുമാറണമെന്ന് ഒരു കൊച്ചു കുഞ്ഞ് പഠിച്ച് വലുതാകുന്നത് വരെയും അവൻ പഠിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ പഠിച്ച് വയസ്സാകുന്നത് വരെയും പഠിക്കുന്ന ആ ഒരു ലേണിംഗ് പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണം മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. മൃഗങ്ങൾക്ക് സാമൂഹ്യവൽക്കരണം ഉണ്ടോ? മൃഗങ്ങളുടെ കുട്ടികളെ അമ്മമാർ സ്കൂളിൽ പറഞ്ഞു വിടുവോ? അല്ലെങ്കിൽ ജാതിയും മതവും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഡിവിഷൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? അപ്പോൾ അത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ അത് മനുഷ്യൻ ഒരു മനുഷ്യജീവിയായി മാറണമെങ്കിൽ സാമൂഹ്യവൽക്കരണം അത്യാവശ്യമാണ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന് ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു ബയോളജിക്കൽ ബീയിങ്ങിൽ നിന്നും ഒരു സോഷ്യൽ ബീയിങ് ആയി മാറണമെങ്കിൽ എന്ത് വേണം? സോഷ്യലൈസേഷൻ വേണം. അതിനൊരു എക്സാമ്പിളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, മനുഷ്യൻ സോഷ്യലൈസേഷൻ വഴി ഒരു ബയോളജിക്കൽ ഒരു ജൈവജീവിയായിരുന്ന മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായി മാറണമെങ്കിൽ സാമൂഹ്യവൽക്കരണം ആവശ്യമാണ് എന്നതിനൊരു ഉദാഹരണമാണ് ഈ ഒരു കഥയിൽ ഇവിടെ വരെ കിടക്കുന്ന ഈ കഥ. കണ്ടോ? നല്ല രസകരമായൊരു കഥയാണ്. 1920 ബംഗാളിൽ മിഡ്നാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗുഹയിൽ 2 ചെറിയ കുട്ടികളെ കണ്ടെത്തുന്നു. പെൺകുഞ്ഞുങ്ങളായിരുന്നു. ഈ 2 കുട്ടികളെ ആരാ വളർത്തിയെന്നറിയോ? മനുഷ്യരല്ല വളർത്തിയത്, ഗുഹയിലാണ് ചെന്നായ്കളാണ് ഈ 2 കുട്ടികളെയും വളർത്തിയത്. അപ്പോൾ ഈ ഗുഹയിൽ നമ്മൾ മനുഷ്യർ കണ്ടെത്തുമ്പോൾ ഇവരവിടെ കുത്തിയിരുന്നിട്ട് ഈ ചെന്നായ് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചെന്നായ്കൾ തിന്നുന്നത് പോലെ പച്ചമാംസം കഴിക്കുന്നു, 4 കാലിൽ നടക്കുന്നു, ചെന്നായ്ക്കളെ പോലെ ഇരുന്ന് ഓരിയിടുന്നു എന്ന് പറഞ്ഞാൽ ചെന്നായി ഇരുന്ന് കരയുന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനുഷ്യനുമായിട്ട് യാതൊരു സഹവാസവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മനുഷ്യനുമായിട്ട് സഹവാസം വേണം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുന്നതാണ് എന്ത്? സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അത് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ ആരെ കൂട്ടായി? ചെന്നായ് കുഞ്ഞുങ്ങളെ പോലെ അല്ലെങ്കിൽ ചെന്നായ്ക്കളെ പോലെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് എന്തിനൊരു ഉദാഹരണമാണ്? മനുഷ്യനെ കൂട്ട് സാമൂഹ്യ ജീവി ആകണമെങ്കിൽ സാമൂഹ്യവൽക്കരണം ആവശ്യമാണ്. സാമൂഹ്യവൽക്കരണം വേണമെങ്കിൽ അവൻ എന്തു വേണം? മനുഷ്യരുടെ ഒപ്പം താമസിക്കണം. മൃഗങ്ങളുടെ ഒപ്പം താമസിച്ചാൽ പറ്റില്ല, മനുഷ്യരുടെ ഒപ്പം തന്നെ താമസിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇതൊക്കെ ചെറിയ മാർക്കിന്. അപ്പോൾ ഇത്രയും ചിലപ്പം ചോദിക്കും കേട്ടോ. മനുഷ്യനൊരു ജൈവജീവിയായ മനുഷ്യന് ഒരു സാമൂഹിക ജീവി ആകണമെങ്കിൽ സാമൂഹ്യവൽക്കരണം ആവശ്യമാണ് എന്നത് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇത്രയും. 4 മാർക്കിന് ചിലപ്പം ചോദിക്കാം കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി സാമൂഹ്യവൽക്കരണം പടിപടിയായുള്ള ഒരു പഠന പ്രക്രിയയാണ്. ജനിച്ച് എല്ലാം പഠിച്ചൊന്നും കഴിയുന്നില്ല ഒരു കുട്ടി. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗമാരപ്രായത്തിലും പഠിക്കുന്നു, യുവാക്കന്മാരാകുമ്പോഴും പഠിക്കുന്നു, മധ്യവയസ്കരാകുമ്പോഴും പഠിക്കുന്നു, വയസ്സരാകുമ്പോഴും നമ്മൾ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ സാമൂഹ്യവൽക്കരണം പടിപടിയായുള്ള പഠന പ്രക്രിയയാണ്. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയുമാണ്. ഓക്കെ, സോഷ്യലൈസേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്.
ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേണിംഗ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കുട്ടി കുടുംബത്തിലെ പെരുമാറ്റ രീതികൾ, മൂല്യങ്ങളെല്ലാം സമൂഹത്തിലെ, കുടുംബത്തിലെ മറ്റുള്ളവരെ കണ്ട് പഠിക്കുന്നു. അങ്ങനെ സാമൂഹിക ജീവിയാകുന്നു. A child is learning the behavior patterns, the values, the norms, etc. from the other members of the society or other members of the family, and thus he becomes a social being. അങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിയായിട്ട്, ഒരു സാമൂഹിക ജീവിയായിട്ട് മാറുന്നത്. ഇനി ഒരു വേറൊരു നിർവചനം നമുക്ക് നോക്കാം സോഷ്യലൈസേഷൻ. ഒരു ജൈവ വ്യക്തിയിൽ നിന്നും ഒരു സാമൂഹിക വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ജൈവ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബയോളജിക്കൽ ബീയിങ്ങിൽ നിന്നും സോഷ്യൽ ബീയിങ്ങിലേക്കുള്ള ഒരു എവല്യൂഷനാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഫ്രം എ ബയോളജിക്കൽ ബീയിങ് ടു എ സോഷ്യൽ ബീയിങ്. എന്താണത്? ദാറ്റ് ഈസ് സോഷ്യലൈസേഷൻ. മനസ്സിലായല്ലോ? ഇനി ഒരു കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കന്മാരും കുട്ടിക്കൊപ്പം പല കാര്യങ്ങളും പഠിക്കുന്നു. ഒരു കുട്ടി നമുക്ക് ജനിക്കുവാന്ന് വെച്ചോ, എനിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞുമായി, ഉറങ്ങാതിരിക്കുന്ന കുഞ്ഞുമായി എങ്ങനെ ഉറങ്ങാതിരിക്കണം, കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നേടിക്കൊടുക്കണം, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നേടിക്കൊടുക്കണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ അമ്മയും പഠിക്കുന്നു, ഒപ്പം ആരും പഠിക്കുന്നു? കുട്ടിയും പഠിക്കുന്നു. അമ്മയുടെ പഠിത്തം അവിടെ അവസാനിക്കുന്നില്ല. അമ്മയുടെ സാമൂഹ്യവൽക്കരണം ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ജനനം മുതൽ മരണം വരെയുള്ള ഒരു പഠന പ്രക്രിയയാണ്. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ് സ്റ്റാർട്ടിങ് ഫ്രം ബർത്ത്, എൻഡ് ഈസ് ദെയർ ടിൽ ബർത്ത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കന്മാരും കുട്ടിക്കൊപ്പം പല കാര്യങ്ങളും പഠിക്കുന്നു. ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ജനിച്ചാലും നാം പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. സാമൂഹിക, ഇവിടെ തെറ്റിപ്പോയി കേട്ടോ, സാമൂഹ്യവൽക്കരണത്തിനായിപ്പോയി, തിരുത്തണേ. സാമൂഹ്യവൽക്കരണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. പ്രാഥമിക ഘട്ടവും ദ്വിതീയ ഘട്ടവും. പ്രാഥമിക ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റേജാണ്. ഓക്കെ, സാമൂഹ്യവൽക്കരണത്തിൻ്റെ ആദ്യ വർഷങ്ങളാണിത്. മനുഷ്യ ജീവിതത്തിലെ നിർണായക പ്രക്രിയകൾ നടക്കുന്ന കാലമാണ് പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ ഹാസ് 2 stages, primary stage and secondary stage. Primary stage is the beginning stage where an individual tries to learn most important socialization aspects, most important elements of society. Second one is secondary stage. ഒരു വ്യക്തിയുടെ സാമൂഹ്യ ജീവിതത്തിലെ രണ്ടാം ഘട്ടമാണ്. ഇത് ജീവിത അവസാനം വരെ നീളുന്നു. അതായത് ആൾറെഡി പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ ചിലപ്പം തെറ്റാകാമെന്ന് തോന്നാം. നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് മറ്റൊരു കുടുംബത്തിൽ പോകുമ്പോൾ ആൾറെഡി പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റാണെന്ന് തോന്നാം. ഓക്കെ, അപ്പോൾ സോഷ്യലൈസേഷൻ ഹാസ് 2 stages, പ്രൈമറി സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. പ്രാഥമിക ഘട്ടവും ദ്വിതീയ ഘട്ടവും. പ്രാഥമിക ഘട്ടം ആദ്യ വർഷങ്ങളാണ്. മനുഷ്യ ജീവിതത്തിലെ നിർണായക പ്രക്രിയകൾ നടക്കുന്ന കാലമാണ്. സെക്കൻഡറി സ്റ്റേജ് വ്യക്തിയുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടമാണ്. ഇത് ജീവിത അവസാനം വരെ നീളുന്നു. ഇനി ഒരു കുട്ടി നിരവധി സംഘങ്ങളിൽ അംഗമാണ്, സ്ഥാപനങ്ങളിൽ അംഗമാണ്. ഈ സ്ഥാപനങ്ങളും ഒക്കെ നമ്മളെ, സംഘങ്ങളുമൊക്കെ നമ്മളെ അവിടെ അംഗമാകണമെങ്കിൽ, ഒരു ജാതിയിൽ അല്ലെങ്കിൽ ഒരു അയൽപക്കത്ത്, ഒരു വീട്ടിലൊക്കെ നമുക്ക് അംഗമാകണമെങ്കിൽ അവിടുത്തെ പെരുമാറ്റ രീതികൾ, there are behavioral patterns that the member should obey or member should behave ആണ് അല്ലേ. കുടുംബത്തിൽ നിയമമുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കണം. ജാതിയിലെ നിയമങ്ങളും ജാതിയിലെ അംഗങ്ങളെല്ലാം അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാമൂഹ്യവൽക്കരണം നടത്തുന്നു എന്നുള്ളതാണ്. ഇനി സാമൂഹ്യവൽക്കരണം വ്യക്തിയുടെ മേൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് സാമൂഹ്യവൽക്കരണം വ്യക്തിയെ വ്യക്തിയല്ലാതാക്കി മാറ്റുന്നു എന്നൊന്നുമില്ല. ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും അന്ധമായൊന്നും സ്വീകരിക്കാറില്ല. സ്വന്തം ഇച്ഛ അവൻ പ്രകടിപ്പിക്കുന്നു. തെറ്റെന്ന് മനസ്സിലായ ചിലപ്പോൾ അവൻ ചിലപ്പം അന്നേരം സംബന്ധിച്ചാലും പിന്നെ അത് തെറ്റാന്ന് പറയാം. ഒരു കുട്ടി കുടുംബത്തിലെ അംഗമാണ്. അതുപോലെ ഉപജാതി, കുലം, ഭാഷ, വിഭാഗം, ഏത് ഭാഷ പറയുന്നത്, മലയാളം പറയുന്നവൻ, തമിഴ് പറയുന്നവൻ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മതം എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലുള്ള അംഗവുമാണ്. അവിടെയെല്ലാം പെരുമാറ്റങ്ങളും മൂല്യങ്ങളും ധർമ്മങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജീവിത ആരംഭം മുതൽ അവസാനം വരെയും എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോംസ് വാല്യൂസ് മേ ഡിഫർ വിതിൻ ദ സൊസൈറ്റി.
There are different norms and values in different societies. So the norms and values may differ within a society in different families belonging to different castes, regions and social classes. Okay, then the very language that one speaks depend on the region one comes from. അതുകൊണ്ടാണ് ഭാഷാ വിഭാഗം, മലയാളം പറയുന്നവൻ്റെ സംസ്കാരം, അവൻ്റെ സാമൂഹ്യവൽക്കരണ രീതികളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. വെദർ ദ ലാംഗ്വേജ് ഈസ് ക്ലോസർ ടു എ സ്പോക്കൺ ഡയലക്റ്റ് ഓർ നോട്ട് എന്നൊക്കെ ഉള്ളതെല്ലാം എന്താണ്, ഓരോ ഫാമിലിയും ഓരോ സമൂഹവും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അവിടെയെല്ലാം എങ്ങനെ ഈ വിഭാഗങ്ങളിലൊക്കെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം തുടങ്ങിയിട്ട് നിരവധി പെരുമാറ്റ രീതികളും മൂല്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു കുട്ടി ജീവിത അവസാനം വരെ, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ജീവിത അവസാനം വരെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അവൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ധമായി സ്വീകരിക്കാറും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇതൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കുക. സാമൂഹ്യനാക്കണേ വൽക്കരണത്തിന് 2 സ്റ്റേജസ്, പ്രൈമറി സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്, അത് ഓർത്ത് വയ്ക്കുക. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ പഠിക്കാനുള്ളത് ഈ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക, സോഷ്യലൈസേഷൻ്റെ ഡെഫിനിഷൻ. മനുഷ്യനൊരു സാമൂഹിക ജീവി ആകണമെങ്കിൽ സാമൂഹ്യവൽക്കരണം ആവശ്യമാണെന്നതിന് ഉദാഹരണം പഠിച്ചു വയ്ക്കുക. പിന്നെ എന്താണ്, പിന്നെ സാമൂഹ്യ മാറ്റം പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.